നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രയൽ നടക്കുന്നതാണ്. അതായത് ഈ തുറമുഖത്തിനകത്തേക്ക് ഗേറ്റിലേക്ക് പോകുന്ന ഭാഗത്ത് VIP വരുമ്പോൾ ഏത് രീതിയിലാണ് കയറേണ്ടത് എന്നെ സംബന്ധിച്ച ട്രയലാണ്. ഇതൊരു ഒരു ഓൾട്ടർനേറ്റീവാണ്, ഒരു ബദലായിരിക്കാം. കാരണം പ്രധാനമന്ത്രി എത്തുന്നത് തുറമുഖത്തിന് അകത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. പ്രധാനമന്ത്രി എത്തുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് തുറമുഖ കവാടത്തിലാണ്. തുറമുഖ കവാടത്തിനകത്ത് പ്രധാനമന്ത്രി എത്തുന്നത് ക്രെയിനുകൾ കാണുന്നതിൻ്റെ ബെർത്തിൻ്റെ അരികിലായി അടുത്തായി ഒരു ഹെലിപ്പാഡുണ്ട്. ആ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങിയ ശേഷം കാർ മാർഗം ഉള്ളിലേക്ക്, അതായത് ഈ പരിപാടി നടക്കുന്ന, ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തും. ഇപ്പോൾ നടക്കുന്നത് VIP മൂവ്മെൻറ്റ് ഏത് രീതിയിലാണ് എന്നതിൻ്റെ ട്രയലാണ്. അതാണ് ഈ കാണുന്ന വാഹന വ്യൂഹം, പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം. ഒപ്പം തന്നെ അതിനെ അനുഗമിക്കുന്ന കോൺവോയ്. ഇതിൻ്റെ ട്രയലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളം കാത്തിരുന്ന ആ സുദിനമാണിന്ന്. കാരണം വികസന സ്വപ്നങ്ങളുമായി ഇന്ന് വിഴിഞ്ഞം ആദ്യഘട്ട കമ്മീഷനിങ് നടക്കുകയാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9:45 രാജ്ഭവനിൽ നിന്ന് പുറപ്പെടും. 5 മിനിറ്റ് കൊണ്ട് ഹെലിപ്പാഡിലേക്ക് എത്തും. ഹെലിപ്പാഡ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനകത്തു നിന്നാണ് അദ്ദേഹത്തിന് വിഴിഞ്ഞത്തേക്ക് എത്തേണ്ട ചോപ്പറുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് 20 മിനിറ്റ് സമയം കൊണ്ട് പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് രാജ്യാന്തര തുറമുഖത്തിലെത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ 10:30, അതായത് 9:15 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 10:30 ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. 10:30 മുതൽ 12:15 വരെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ്. ഏറെ കേരളം കാത്തിരുന്ന നിമിഷം. അതായത് 4 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട തുറമുഖമാണ്. 2015 ഡിസംബർ 5 തറക്കല്ലിട്ട ശേഷം 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇഴഞ്ഞാണെങ്കിലും വിഴിഞ്ഞം 6 വർഷം കൂടി അധികം എടുത്തു. 10ാം വർഷമാണ് പൂർത്തിയാകുന്നത്. 10ാം വർഷം പൂർത്തിയായി. അങ്ങനെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 2023 ആദ്യ കപ്പലെത്തി. 2024 ആദ്യ മദർഷിപ്പ് ഇവിടെ ഈ തീരത്ത് നങ്കൂരമിട്ടു. അതിനുശേഷം ട്രയൽ റൺ തുടങ്ങിയെങ്കിൽ ജൂലൈ മാസത്തിൽ ട്രയൽ റൺ തുടങ്ങി. ഡിസംബർ മാസത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കണ്ടെയ്നറുകൾ നിറഞ്ഞ് ഒരു ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തി. അതായത് ഒരു റണ്ണിംഗ് പോർട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നിന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം.